കൊല്ലം ചാത്തന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. 80 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ അഗ്നിബാധയിൽ നശിച്ചതായി കടയുടമ പറഞ്ഞു. ടോറിയന്റ് മെറ്റൽസ് അയൺ ആൻഡ് സ്റ്റീൽ സൂപ്പർ മാർക്കറ്റ് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഓഫീസും പെയിന്റ് ഷോപ്പും പ്രവർത്തിക്കുന്ന ഭാഗത്താണ് അഗ്നി പടർന്നത്. 80 ലക്ഷം രൂപയോളം നാശനഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കടയുടമ പറഞ്ഞു. രാത്രി 10:45 ഓഫീസിന്റെ ഭാഗത്ത് എന്തോ പൊട്ടിത്തെറിക്കുന്നതായി ശബ്ദം കേട്ട് സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാരൻ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് കടയുടമയെ വിവരമറിയിച്ചു. കടയുടമ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 8:30 ആകുമ്പോഴത്തേക്ക് കട അടയ്ക്കും. എല്ലാ ദിവസവും ഞാനിവിടെ കിടക്കുന്നത്, ഇവിടെ സ്റ്റാഫ് ഡെയിലി ഇവിടെ തന്നെ കിടക്കുന്നത്. കിടന്ന് ഇന്ന് കട അടച്ചതിന് ശേഷം ഞാനും കൂടെ നമ്മൾ ആ മാവിന് വേണ്ടി ഇരിക്കുമായിരുന്നു സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ബോംബുണ്ട് സൗണ്ട് കേട്ടു ഇവിടുന്ന് താഴെ. അപ്പൊ നമ്മൾ ഓടി വന്നപ്പോഴത്തേക്ക് തീ അങ്ങനെ പോകും. അപ്പൊ പെട്ടെന്ന് ഓസം എടുത്തിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ ചെന്നിട്ട് ഷട്ടർ തുറക്കുന്നത് വെള്ളം ഇങ്ങനെ പുറത്തുകൂടെ അടിച്ചു നോക്കി, എന്നിട്ടും നിൽക്കുന്നില്ല. അപ്പൊ ഉടനെ മുതലാളി വിളിച്ചു. മുതലാളി കുറച്ച് വന്ന് ഫയർഫോഴ്സ് വിളിച്ചു. ഫയർഫോഴ്സ് വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. കടപ്പാക്കട, ചാമക്കാട, പരവൂർ, നാവായിക്കുളം എന്നീ സ്ഥലങ്ങളിലുള്ള ഫയർഫോഴ്സ് സ്റ്റേഷനുകളിൽ നിന്ന് 6 യൂണിറ്റുകൾ എത്തി തീയണച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.